വിവിധ ഇടങ്ങളിൽ മദ്യത്തിനും മയക്കുമരുന്നിന്റെ എതിരെയുള്ള ഉപയോഗത്തെയും അത് വരുത്തിവെക്കുന്ന വിനാശകതയും അറിയിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് കടന്നു വരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു അവസരം ഒരുക്കി. വിവിധ ഇടങ്ങളിൽ ഈ സന്ദേശം പലരുടെയും ജീവിതത്തിൽ അനുഗ്രഹവും ആശ്വാസവുമായി തീരുന്നത് കൊണ്ടാണ് തുടർന്നും ഭവനങ്ങൾ കേന്ദ്രീകരിച്ച് ഈ സന്ദേശത്തെ ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാർക്കുന്ന ഈ കൊച്ചു കേരളം നമുക്കറിയാം, സാമൂഹികമായും മതപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെയും നല്ല ഉന്നത നിലവാരം പുലർത്തുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരള സംസ്ഥാനം. അത് നിമിത്തം ഓരോ മലയാളികളും താൻ മലയാളി എന്ന് പറയുന്നതിൽ, കേരളീയൻ എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. എത്രത്തോളം അഭിമാനകരമായ കാര്യങ്ങൾ നമ്മുടെ കേരളക്കരയിൽ നടക്കുന്നുവെങ്കിലും അതിനെയൊക്കെ ഒരു പ്രവൃത്തി കൊണ്ട് അതിനെയൊക്കെ തകർക്കുന്ന അപമാനകരമായ ലജ്ജാകരമായ കാര്യങ്ങളും നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഒന്ന്, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. രണ്ട്, കൊലപാതകങ്ങൾ, ക്രൂരകൃത്യങ്ങൾ, ഗുണ്ടാ സംഘങ്ങളുടെ വളർച്ച, വിവിധ മാഫിയകൾ കേരളക്കരയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സൈസ് വകുപ്പും പോലീസും കൂടെ ചേർന്ന് ഇന്നുവരെയും കേരളത്തിൽ ഉണ്ടാകാത്ത രീതിയിലുള്ള സെർച്ചിങ് നടത്തി 300-ലധികം പേര് മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്ന പലരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുവാൻ തൊക്കെ ഇടയായി തീർന്നു. മാത്രമല്ല, അതിന്റെ ഉപയോഗം, അത് നിമിത്തമുണ്ടാകുന്ന വിനാശകരമായ ആപത്കരമായ സംഭവങ്ങൾ നമുക്ക് കേരളക്കരയിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസം കഴിയുമ്പോഴും ഒരു പുതിയ പുതിയ വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. അതിലൊന്നാണ് പീഡന കേസുകൾ. നമ്മുടെ യുവാക്കന്മാരിൽ, യുവതിമാരിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ലഹരിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 10, 45, 50 വർഷത്തിന് മുമ്പ് നാം നോക്കിയാൽ ഇങ്ങനെയുള്ള വാർത്തകളൊന്നും കേരളക്കരയിൽ സംഭവിച്ചിട്ടില്ലായിരുന്നു. ക്രൂരകൃത്യങ്ങൾ വളരെ കുറവായിരുന്നു, കൊലപാതകങ്ങൾ വളരെ കുറവ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഈ ലഹരിക്കൊക്കെ അടിമപ്പെട്ടിട്ട് തനിക്ക് ജന്മം തന്ന മാതാവിനെ, പിതാവിനെ പോലും കൊല ചെയ്യുവാൻ മടിയില്ലാത്ത മക്കളുടെ കാലഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ആറ്റുനോട്ട് വളർത്തിയ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കഴിപ്പാൻ ഭാഗ്യം ലഭിക്കാതെ വൃദ്ധസദനത്തിൽ അഭയം പ്രാപിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം അനുദിനവും കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു. കൈ വളരുന്നുണ്ടോ, കാൽ വളരുന്നുണ്ടോ, തലയിൽ വെച്ചാൽ പേനരിക്കും, ഭൂമിയിൽ വെച്ചാൽ ഉറുമരിക്കും എന്ന ബോധ്യത്തോടെ ആറ്റുനോറ്റ് വളർത്തിയ കുഞ്ഞിന്റെ കൈകൊണ്ട് മരണം വരിക്കുവാൻ വിധിക്കപ്പെട്ട മാതാപിതാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. സ്വന്തം രക്തത്തിൽ പിറന്ന സഹോദരിമാരെ പീഡിപ്പിക്കുന്ന പീഡകന്മാരുടെ എണ്ണം കേരളക്കരയിൽ വർദ്ധിച്ചു വരുന്നു. തനിക്കിഷ്ടപ്പെട്ട പുരുഷനോടുകൂടി ജീവിക്കേണ്ടവര് 10 മാസം പേര് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കൊല ചെയ്യുവാനും ഉപേക്ഷിക്കുവാനും വലിച്ചെറിയുവാനും മടിയില്ലാത്ത മാതാക്കന്മാരുടെ കാലഘട്ടത്തിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ അധംപതിച്ച, ധാർമ്മികമായി അധംപതിച്ച ഒരു കാലഘട്ടം കേരളക്കരയിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഉപരിയായി ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കേരളത്തിന്റെ മണ്ണിൽ വർദ്ധിച്ചു വരുന്നു. വിദ്യാഭ്യാസത്തിന് കുറവാണോ? അല്ല. നല്ല മാതാപിതാക്കളെ ലഭിക്കാത്തതുകൊണ്ടാണോ? അല്ല. നല്ല സാഹചര്യത്തിൽ വളരാത്തതുകൊണ്ടാണോ? അല്ല. വിദ്യാസമ്പന്നരായ മാതാപിതാക്കളുണ്ട്, നല്ല സാഹചര്യത്തിലാണ് ജനിച്ചതും വളർന്നതും പഠിക്കുന്നതും നല്ല സാഹചര്യത്തിലാണ്. പണ്ടുള്ള കാലത്തിനേക്കാൾ നല്ല വിദ്യാഭ്യാസം ഇന്നത്തെ തലമുറയ്ക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റെയ്ഡിനുള്ളിൽ കഞ്ചാവുകളെ പിടിച്ച വാർത്ത നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. മൃഗീയമായ റാഗിംഗ് നടത്തുന്നു. എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ മൃഗീയമായ റാഗിംഗ് നടത്തുവാൻ കഴിയുന്നു എന്ന് നാം ചിന്തിച്ചാൽ അവർ സുബോധത്താൽ ചെയ്യുന്ന കാര്യമല്ല. ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം സുബോധം നഷ്ടപ്പെട്ട് സഹോദരന്മാര്
അപ്പനാര്, അമ്മയാര്, ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാതെ ബന്ധങ്ങൾ, മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു തലമുറയുടെ കാലമാണ് ഈ കേരളക്കരയിൽ ഇന്ന് അരങ്ങുമാണ് അരുളുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്കൊരു വിടുതൽ വേണ്ടേ? ഇതിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് ഒരു വിടുതൽ പ്രാപിക്കാൻ സാധിക്കും? നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇതിന് വിടുതൽ നൽകാൻ സാധിക്കുമോ? എത്രയോ കൗൺസിൽ സെന്ററുകൾ, ഞങ്ങളുടെ ചെറുപ്പത്തിലൊന്നും കേൾക്കാത്ത കൗൺസിലിംഗാണ് സ്കൂളുകളിൽ നടക്കുന്നത്. പക്ഷേ ക്രൂരകൃത്യങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും മാത്രം ഒരു കുറവും സംഭവിക്കുന്നില്ല. സാമൂഹ്യ പ്രവർത്തകർ, ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകരായിരിക്കുന്നവർ തെരുവീതികളിലും ഭവനങ്ങളിൽ കയറി ലഘുലേഖകൾ അറിയിക്കുകയും സുവിശേഷകരും ഒക്കെ ഈ തെറ്റിനെ കുറിച്ച് ബോധവാന്മാരാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഫലമൊന്നുമില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? മനുഷ്യന് മുമ്പെല്ലാം പറഞ്ഞ വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, ഇന്ന് ഈശ്വര വിശ്വാസം അതിന്റെ കുറവോ അല്ല. നല്ല ഈശ്വര വിശ്വാസികളുടെ നാടാണ് കേരളക്കര. ഒരു നേരിയ 1% മാത്രമേ നിരീശ്വരവാദികളുള്ളൂ. 0.5 അല്ലോ. ബാക്കിയെല്ലാം ഈശ്വര വിശ്വാസികളാണ്. ഈശ്വര വിശ്വാസമുണ്ട്, ദൈവവിശ്വാസമുണ്ട്. എന്നാൽ ദൈവവുമായി അടുത്ത് ഇടപഴകുന്ന ഒരു അഭേദ്യ ബന്ധമില്ലാത്തതുകൊണ്ട് മനുഷ്യന്റെ സ്വഭാവം അവൻ പുറപ്പെടുവിക്കുകയാണ്. എന്താണ് തന്റെ സ്വഭാവം? താൻ ജന്മനാ പാപിയാകിയാൽ പാപത്തിൽ ഇരുവായി, പാപത്തിൽ ജനിച്ച് പാപത്തിൽ വളർന്ന് പാപത്തിൽ മരിക്കുന്ന മനുഷ്യൻ ദൈവ സ്വഭാവം പ്രകടമാക്കുവാൻ കഴിയാതെ വണ്ണം പാപസ്വഭാവത്തെ പ്രകടമാക്കുന്നു. ഈ പാപസ്വഭാവത്തിൽ നിന്ന് മനുഷ്യന് വിടുതൽ വാങ്ങിക്കാത്തോടത്തോളം കാലം ദൈവത്തോട് അടുക്കുവാനോ ദൈവ സ്വഭാവം പ്രകടമാക്കുവാനോ സാധിക്കുകയില്ല. മനുഷ്യനെ കുടികൊള്ളുന്ന പാപം അവന്റെ സ്വഭാവമായ പകയും വിദ്വേഷവും പിണക്കവും അസൂയൊക്കെയും വരുത്തുന്നു. ഒരു ചെറിയ വിഷയത്തിന് പോലും മാരകായുധങ്ങൾ എടുത്ത് ഉപയോഗിക്കുവാൻ മടിയില്ലാത്തവണ്ണം പക വളർന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരളക്കരയിലെ സമൂഹം. ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പല കൊലപാതകങ്ങളുടെയും കാരണം അന്വേഷിച്ച് നോക്കിയാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെക്കും. അത്രയ്ക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ താൻ ലഹരിക്ക് അടിമപ്പെട്ടതുകൊണ്ട് അവന്റെ ഉള്ളിൽ വസിക്കുന്ന പാപത്തിന്റെ ആസക്തി അവനെ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിപ്പിക്കുവാനും തനിക്കെതിരായിരിക്കുന്ന വ്യക്തിയെ ഈ ഭൂമിയിൽ നിന്ന് ഉന്മൂലനാശം ചെയ്യുവാൻ അവന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പാപസ്വഭാവം ആ പാപത്തിന്റെ വികാരത്തെ പ്രകടമാക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം അത് സമാധാനമുള്ളതായി, ആശ്വാസമുള്ളതായി, നമ്മുടെ മക്കൾ തലമുറകൾ ദൈവത്തെ അനുസരിച്ചും ദൈവഭയത്തിലും മാതാപിതാക്കൾക്കും കീഴ്പ്പെട്ടും ജീവിക്കണമെങ്കിൽ അവരിൽ നിന്നും പുറപ്പെടുന്ന പാപസ്വഭാവത്തിന് മാറ്റം വരുത്തണം. ഈ പാപസ്വഭാവം മാറി ദൈവ സ്വഭാവം അവരുടെ ഉള്ളിലേക്ക് വരണം. വെളിച്ചം അകത്തേക്ക് വന്നാൽ മാത്രമേ അവരായിരിക്കുന്ന മേഖലകളിൽ ആ ഇരുളിന്റെ പ്രവൃത്തികളെ കുറിച്ച് അവർക്ക് ബോധവാന്മാരാകുവാൻ സാധിക്കുകയുള്ളൂ. ആരാണ് വെളിച്ചം? നമുക്കെല്ലാവർക്കും അറിയാം, ഈശ്വരനാണ് വെളിച്ചം. ആരാണ് വെളിച്ചം? ദൈവമാണ് വെളിച്ചം. അങ്ങനെങ്കിൽ അവരുടെ ഉള്ളിൽ വസിക്കുന്ന ഇരുളിന്റെ ഈ വ്യാപാരം, ഈ പാപ സ്വഭാവം മാറണമെങ്കിൽ അകത്ത് വെളിച്ചം വരണം. അകത്ത് വെളിച്ചം വരണമെങ്കിൽ വെളിച്ചമാകുന്ന ദൈവത്തിന് അശുദ്ധനായ ഒരു മനുഷ്യനെ പാപം ഹേതുവായി അശുദ്ധനായ ദൈവത്തിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ വസിക്കുവാൻ സാധിക്കുകയില്ല. അവന്റെ അശുദ്ധി മാറണം, അവന്റെ പാപത്തിന് പരിഹാരം കാണണം. ദൈവം മനുഷ്യബുദ്ധിയിൽ ഉദിച്ച ഏതെങ്കിലും സങ്കല്പങ്ങളുടെയോ ആശയങ്ങളുടെ വക്താവല്ല ദൈവം. ദൈവം വിശുദ്ധിയിൽ ഭയങ്കരനാണ്. അവൻ തേജോമയായ ദൈവമാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ ദൈവമാണ്. അവൻ സർവവ്യാപിയായ ദൈവമാണ്. അവൻ പാപത്തെ വെറുക്കുന്ന ദൈവമാണ്. അവൻ അശുദ്ധിയെ വെറുക്കുന്ന ദൈവമാണ്. പക്ഷേ അവൻ പാപിയെ സ്നേഹിക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ പാപത്തെ വിട്ട് ദൈവത്തോട് എടുക്കണമെങ്കിൽ, പാപത്തോട് ഗുഡ് ബൈ പറയണമെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിയിൽ ഉദിച്ച ആശയങ്ങൾക്ക് അത് പരിഹാരം കാണുവാൻ സാധിക്കയില്ല. അവിടെയാണ് കാലത്തിന്റെ തികവിൽ ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അനുദിനം അകന്ന് പാപം ചെയ്ത് പാപത്തിന്റെ മരണത്തിന് കൂട്ടവകാശികളായി തീർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ
മനുഷ്യരോടുള്ള ദൈവത്തിന്റെ സ്നേഹം ദൈവം പ്രകടമാക്കുവാൻ ഇടയായി തീർന്നു. എങ്ങനെയാണ് ദൈവസ്നേഹം മനുഷ്യനുള്ളിലേക്ക് ദൈവം പ്രകടമാക്കിയത്? ഈ പാറലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത് ഒരിക്കലും അവൻ ഇങ്ങനെ ഇവിടുത്തെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് തന്റെ ജഡത്തിന്റെ ആഗ്രഹപ്രകാരം ജീവിക്കുവാനല്ല മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഭൂമിയിലെ വാസം 60, 70, 80 വയസ്സ് കഴിഞ്ഞാൽ തീരും സഹോദരങ്ങളെ. എന്നാൽ ഇതിനപ്പുറം ഒരു വാസമുണ്ട്, ഒരു നിത്യത നമുക്ക് ഒരുക്കുന്നുണ്ട്. അവിടെ മനുഷ്യന്റെ ബുദ്ധിയിൽ വെച്ച ആശയങ്ങൾക്ക് നമ്മളെ അവിടെ കൊണ്ടെത്തിക്കുവാൻ സാധിക്കുകയില്ല. ദൈവത്തിന് മാത്രമേ അവിടെ കൊണ്ടെത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പാപത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അവിടെ എത്തുവാൻ സാധിക്കുകയില്ല. അങ്ങനെ പാപത്തിൽ നിന്ന് മുക്തി പ്രാപിക്കണം. എങ്ങനെ മുക്തി പ്രാപിക്കണം? ദൈവം അതിനുവേണ്ടി ഒരുക്കിയ രക്ഷാമാർഗമാണ് തന്റെ രൂപത്തിൽ ഇരിക്കുന്ന സാദൃശ്യം സൃഷ്ടിച്ച മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ദൈവം ഒരുക്കിയ രക്ഷാമാർഗമാണ് യേശുക്രിസ്തുവിലൂടെ മാനവരാശിക്ക് ഒരുക്കിയ രക്ഷാമാർഗം. ആരാണ് യേശുക്രിസ്തു? അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, ആത്മാവാകുന്ന ദൈവത്തിന്റെ പ്രതിമ. ആരിലാണോ ദൈവത്തിന്റെ സകലസമ്പൂർണ്ണതയും ഏകരൂപേണ വസിക്കുന്നത്, ആ ദൈവം മനുഷ്യവേഷമെടുത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തെ കുറിച്ച് പഠിപ്പിച്ചു, ദൈവസ്നേഹത്തെ കുറിച്ച് പഠിപ്പിച്ചു, പാപത്തിന്റെ പരിണോഹനത്തെ പഠിപ്പിച്ചു, തങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. മാത്രമല്ല ദൈവവും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്ന പാപത്തിന് യേശുക്രിസ്തു മുഖാന്തരം പരിഹാരം വരുത്തി. എങ്ങനെ? ആ പാപത്തെ തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് പാപത്തിനുള്ള ശിക്ഷ തന്റെ ശരീരത്തിൽ വഹിക്കുവാനിടയായി തീർന്നു. ഇനി കാലം യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ഒരു മതപ്രസ്ഥാനം ഉണ്ടാക്കുവാനല്ല, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പണിയുവാനല്ല. പാപകൂപത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ പാപത്തിന് തന്റെ ശരീരത്തിൽ ശിക്ഷ വിധിച്ചുകൊണ്ട് ആ ശതകോടിക്കണക്കിന് നിൽക്കുന്ന ആളുകളെ ദൈവത്തോട് അടുപ്പിച്ച് ഒരു നിത്യവാസം അവർക്ക് വേണ്ടി ഒരുക്കുവാൻ വേണ്ടിയാണ്. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവം ഒരു നിത്യത ഒരുക്കിയിട്ടുണ്ട്. ഈ ഭൂമിയിലെ വാസം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ വാസം, ഒരു നിത്യയുഗം. നിങ്ങൾ പാപകൂപത്തിൽ ജീവിക്കുന്നവരാണോ, പാപ സ്വഭാവത്തിൽ ജീവിക്കുന്നവരാണോ, നിങ്ങൾക്കൊരു നിത്യ നരകം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ നരകവാസത്തിൽ അകപ്പെടാതെ നിത്യത അവകാശമാക്കണമെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം ഒരുക്കിയ രക്ഷാഭക്തയിൽ നിങ്ങൾ ഭാഗവക്കാകണം. എങ്ങനെ ആകണം? യേശുക്രിസ്തുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്ന് ആർ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുവോ, ആർ വാ കൊണ്ട് ഏറ്റുപറയുന്നു, അവൻ രക്ഷ പ്രാപിക്കും. മാത്രമല്ല തന്റെ പഴയ മനുഷ്യനെ തന്റെ പ്രവൃത്തികളോട് കുഴിച്ചിടുന്ന, തന്റെ പ്രവൃത്തികളോട് ഒഴിഞ്ഞു കളയുന്ന, അഥവാ ജലാശയം എന്ന കല്ലറയിൽ അടക്കം ചെയ്തിട്ട് ഒരു പുതുമനുഷ്യനായി ജീവിക്കുന്ന, ആ പുതുക്കത്തിലേക്ക് നടക്കുന്ന, ആ വിശ്വാസ ജീവിതത്തിലേക്ക് താങ്കൾ പ്രവേശിക്കുവാൻ അനിവാര്യമാണ്. ഇന്ന് തൽക്കാലം ഞങ്ങൾ ഇവിടെ മെസ്സേജിന് വിരാമം കുറിക്കുകയാണ്. നിങ്ങളോട് പ്രസംഗിക്കുന്ന ഞങ്ങൾ ഏതെങ്കിലും ഒരു സംഘടനയെ അഭിമുഖീകരിക്കുന്ന വ്യക്തികളല്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ നോക്കിയാൽ ഇതുപോലെ മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് ദൈവത്തിന് അകന്ന് കുടുംബക്കാരായ വെറുക്കപ്പെട്ട് കുടുംബത്തിനും സമൂഹത്തിനും സമാധാനം കൊടുക്കാൻ വരുന്ന വ്യക്തികൾ ഈ ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ ആത്മഹത്യ പോലും ചെയ്യുവാൻ ചിന്തിച്ച ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സന്ദേശം കേൾക്കുവാൻ ഇടയായി തീർന്നു. ഈ പാപകോപത്തിൽ ജീവിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ ഞങ്ങൾക്ക് വേണമെന്നുള്ള ബോധം ഞങ്ങൾ വളരുകയും ആ സന്ദേശത്തിന്റെ മുന്നിൽ ഞങ്ങളെ തന്നെ മുട്ടുമടക്കുവാൻ ഇടയായി തീർന്നു. ഞങ്ങളുടെ എല്ലാ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞു. ദൈവമേ, യേശു ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, ആ യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ ഒന്ന് കഴുകുമാറാണമേ. കാരണം ദൈവത്തിന്റെ നിർവചനം പറയുന്നു, യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നുവെന്ന്. ആ യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ കഴുകൽ പ്രാപിച്ചു. അന്ന് വരെ അനുഭവിക്കാത്ത മനസമാധാനം ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഇടയായി തീർന്നു. മാത്രമല്ല ഞങ്ങളുടെ പഴയ മനുഷ്യനെ, കോപിക്കുന്ന മനുഷ്യനെ, മദ്യപിക്കുന്ന മനുഷ്യനെ, സ്നേഹമില്ലാത്ത മനുഷ്യനെ, മറ്റുള്ളവരെ പകയ്ക്കുന്ന മനുഷ്യനെ, മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന മനുഷ്യനെ ജലാശയം എന്ന കല്ലറയിൽ കുഴിച്ചിടത്തിട്ട് യേശുക്രിസ്തു മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ പോലെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റു. പഴയത് കഴിഞ്ഞുപോയി. ഇന്ന് ക്രിസ്തുവിലാകുന്നവർ പുതിയ സൃഷ്ടി എന്ന പോലെ പഴയ സ്വഭാവം മാറി പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് ഇന്ന് കവലകളിലും ഇങ്ങനെയുള്ള ഭവനങ്ങളിലും സഞ്ചരിച്ച് പാപകോപത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ, സമാധാനമില്ലാത്ത മനുഷ്യനെ ദിവ്യ സമാധാനത്തിൽ പ്രവേശിക്കുന്ന ദൈവത്തിന്റെ സുവിശേഷം നമ്മൾ അറിയിച്ചു കൊള്ളുന്നു.
ഈ സന്ദേശം ഞങ്ങളെ അറിയിക്കുമ്പോൾ ഞങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നു, നിങ്ങളും ഞങ്ങൾ സ്വീകരിച്ച ഈ മാർഗത്തിലേക്ക് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനാണ് ഈ പൊഴിയുന്ന വെയിലത്തും ഈ കാലാവസ്ഥകളൊന്നും കർത്താവ് ഞങ്ങൾ അംഗീകരിക്കാതെ ഞങ്ങൾ ഈ സന്ദേശം ഇവിടെ അറിയിക്കുന്നത്. ഒരു സത്യം ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച, ഞങ്ങളെ രക്ഷിച്ച ദൈവം നിങ്ങളെ രക്ഷിപ്പാൻ സർവശക്തൻ. ഞങ്ങളുടെ എല്ലാ പാപങ്ങളെ കഴുകിക്കളഞ്ഞ, ഞങ്ങളെ വിശുദ്ധ ജനമാക്കിയ ഞങ്ങളുടെ ദൈവം നിങ്ങളെ വിശുദ്ധരാക്കാൻ സർവശക്തനായവൻ. ആകയാൽ ദേശമേ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. സകല ഭൂവാസികളുമായുള്ളവരെ അവങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിച്ചു കൊള്ളുക. എന്തെന്നാൽ ആകാശത്തെങ്കിലും മനുഷ്യരോടെ നാമോ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആ യേശുവിന്റെ നാമത്തിന്റെ മുന്നിൽ നിങ്ങളെ തന്നെ അടിയറ പറയാൻ ഇടയായി തീരട്ടെ. ആ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കൊന്ന് പ്രകാശിപ്പാൻ ഇടയായി തീരട്ടെ. നിങ്ങളുടെ ഭവനത്തിലേക്കൊന്ന് വരുവാൻ ഇടയായി തീരട്ടെ. നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലും ഭവനത്തിന്റെ വാതിലും എന്റെ ദൈവത്തിന് വേണ്ടി തുറന്നാൽ നിങ്ങളുടെ ജീവിതം ധന്യമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയ ദൈവമേ, ഇന്നീ കേൾക്കപ്പെട്ട ദൈവവചനം സകല പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളുകളിൽ ഒരു മാനസത്തിൽ ജനത്തെ കൊണ്ടുവരുമാറാകണം. ഈ വചനം കേട്ട ഒരു വ്യക്തി ജീവിതങ്ങൾ പോലും ഹല്ലേലൂയ അവരുടെ ആത്മരക്ഷ നഷ്ടപ്പെടുവാൻ ഇടയാകരുതെന്ന് അടിയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരമല്ലണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു രാജാതി രാജാവായി വേഗം വരുന്നു. ദേശമേ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭവനത്തിന്റെ മുമ്പാകെ ഈ സുവിശേഷ സന്ദേശം അറിയിക്കുവാൻ ഞങ്ങൾക്ക് അവസരം തന്ന ഈ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരോടുള്ള ഞങ്ങളുടെ അഗൈതവുമായ നന്ദി അറിയിക്കുന്നു. ദൈവം ആ കുടുംബത്തെ ധാരാളം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഈ സന്ദേശം കേട്ട ഈ ദേശനിവാസികളോടുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.